പറ്റില്ല. ഞാനിത് കേട്ടപ്പോഴും തകർന്നു പോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അയ്യോ, അങ്ങനെ എടുത്തോണ്ട് പോവാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യേ. എന്റെ അപ്പച്ചി, അയ്യോ. ഇത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയും അതിന് ഇറാൻ മറുപണി കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ ചേച്ചിയുടെ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്, എന്തൊക്കെ എടുത്തുകൊണ്ടാകാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് കരഞ്ഞതാണ്. ഈ സ്ത്രീ കാലങ്ങളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ആയിക്കൊണ്ട് ലൈവ് ചെയ്തുകൊണ്ട് ഇസ്രായേലിൽ നിന്നുകൊണ്ട് വളരെ മോശമായിക്കൊണ്ടും വർഗീയപരമായിക്കൊണ്ടും വീഡിയോ ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ്. അതുകൊണ്ട് തന്നെ അത് കരയുന്നത് കണ്ടപ്പോൾ അത് സത്യമാണെങ്കിൽ കുറച്ച് സന്തോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2 വട്ടം കാണുകയും ചെയ്തു. അതാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇനി ഫലസ്തീനികളെ കൊല്ലുന്നത് മലമുകളിൽ നിന്ന് ആസ്വദിച്ച ആളുകളാണ് സയോണിസ്റ്റുകളും സയോണിസ്റ്റുകളുടെ ഈ ഇലനക്കികളും ചെറിനക്കികളുമായ ഇതുപോലെയുള്ള ചേച്ചിമാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ. അവർക്ക് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ ഇറാനിൽ പോയിട്ട് വെറുതെ ചൊറിഞ്ഞു എന്ന് മാത്രമല്ല, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെങ്കിൽ ഇറാൻ ഒരു സൈക്കോപാത്താണ് എന്നുള്ളത്. പക്ഷേ അവസാനത്തിൽ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. എന്നാൽ ഇസ്രായേൽ പൗരന്മാർക്ക് ഇങ്ങനെ ഈ ഫലസ്തീനികളിങ്ങനെ ക്രൂരമായിട്ട് വധിക്കപ്പെടുന്നതും ഛിന്നഭിന്നമാകുന്നതും ആസ്വദിക്കുന്ന ഇസ്രായേൽ പൗരന്മാർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഭയങ്കര സുരക്ഷിത ഒരു സ്ഥലത്താണ് എന്നുള്ളത്. എന്നാൽ അതിന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ തോട്ടിലേക്ക് എറിയലായിരുന്നു തൂഫാനുൽ അഖ്സ എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിലെ കുറച്ച് യുവാക്കൾ അവർ അപ്പാബിൽ പക്ഷികളെപ്പോലെ പറന്നിറങ്ങിക്കൊണ്ട് ഈ ഇസ്രായേലിൻ്റെ മണ്ണിൽ ടെല്ലവീവിലൊക്കെ അന്ന് നടത്തിയത്. അതിനുശേഷം പിന്നീട് തിരിച്ചടികളും ക്രൂരമായ സൈനിക നടപടികളും ഒക്കെ അവിടെ ഉണ്ടായി. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ ആ ഒരു കാര്യമൊന്നുമല്ല. അവർക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, കുറച്ച് നാരദം പണി എടുക്കാനൊക്കെ കഴിയും. അമേരിക്ക എന്ന് പറയുന്ന അവരുടെ പിറക്കാതെ പോയ തന്ത അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുവാനുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ തന്നെയായിരുന്നു അവരുടെ ആ ഒരു ഇറക്കവും ഒക്കെ. ഈച്ച പറന്നാൽ പോലും അറിയുന്ന സംവിധാനങ്ങൾ, അയൺ സോമനെ പോലെയുള്ള ഈ അയൺ ഡോം എന്ന് പറയുന്ന ഭയങ്കര അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം, അതിനെ ഇപ്പോൾ ആളുകൾ വിളിക്കുന്നത് അത് കരിഞ്ഞ് തൂഫാനായി പോയി. ശരിക്ക് ഇപ്പോഴാണ് ഈ അയൺ ഡോം തൂഫാനായത്. അപ്പോൾ അയൺ ഡോം എന്നുള്ള പേരൊന്നും പറയണ്ട, അതൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ട്. അയൺ സോമനാക്കിയിട്ടുണ്ട്, കുറച്ച് കാലമായിട്ടുണ്ട്. അത് ഫലസ്തീനികൾ തന്നെ, ഹമാസിൻ്റെ പോരാളികൾ തന്നെ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുഫാനുൽ അഖ്സ എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ഉണ്ടായതിന് ശേഷവും ടെല്ലവീവ് എന്ന് പറയുന്ന അവരുടെ പ്രധാന കേന്ദ്രം, അവരുടെ ക്യാപിറ്റലായിട്ടുള്ള അവരുടെ വലിയ എയർപോർട്ടും അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി ബേസോ അതുപോലെ ഈ മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ടെല്ലവീവ് ഭയങ്കര ഒരു സംരക്ഷണ വലയത്തിനുള്ളിലാണ്. അയൺ സോമൻ ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്നാണ് അവർ കരുതിയിട്ടുള്ളത്. എന്നാൽ ഇറാൻ്റെ ഇച്ഛാശക്തി, അവരുടെ സൈക്കോപാത്ത് ആണ് അങ്ങനെ കരുതിക്കോളിയും. അപ്പോൾ ആ ഇച്ഛാശക്തി അത് തകർത്ത് തരിപ്പണമാക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ ചേച്ചി ഇപ്പോൾ ഇവിടെ കരഞ്ഞു കൂട്ടുന്നത് എന്നുള്ളതാണ്. ഈ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയുന്ന പോലെ ഈ അല്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്നറിയോ, കിട്ടേണ്ടത് കിട്ടിയാലുള്ളൂ, ചിലവിൽ പഠിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇസ്രായേൽ അത്യാവശ്യത്തിന് പഠിച്ചിട്ടുണ്ട്. തടി കേടുവരാതെ അമേരിക്ക മെല്ലെ അമേരിക്കനെ ട്രംപാണ് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ചിത്തഭ്രമം പിടിച്ച പോലെയൊക്കെ കാട്ടിയിരുന്ന ട്രംപും പിൻവാങ്ങിയിട്ടുണ്ട്. തടി കേടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഇപ്പോൾ ഏതായാലും സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ വലിയ യുദ്ധത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം രാജ്യങ്ങൾ പിന്മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പൊന്മുട്ടയിടുന്ന താറാവ്, അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, മറ്റൊരു വീഡിയോയിൽ പറയാം. ആ ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ അറുത്ത് കൊന്ന് കറി വെച്ച്
ഭക്ഷിക്കാതെ അടങ്ങില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികൾക്ക് ഇനിയും ചില സത്യങ്ങൾ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനുമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുവാനുള്ളത്. ഇതുപോലെയുള്ള ചേച്ചിമാർ, അമ്മച്ചിമാർ കരയുന്നത് അവർ പറഞ്ഞിരുന്ന വർഗീയതയുടെ ആ ഫണം വിടർത്തിയാടുന്ന ആ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. അവരുടെ ഇതുപോലെയുള്ള കരച്ചിൽ കാണുമ്പോൾ സന്തോഷിക്കുക എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ സന്തോഷിച്ചിട്ടില്ല എന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.